അപ്പോൾ സഹോദരന് തുല്യനായിട്ടാണ് പറഞ്ഞത് എന്നുള്ളത് സൂചിപ്പിച്ചു. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞാൻ ഫോൺ വിളിക്കുമ്പോൾ ആദ്യം സന്തോഷത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. പക്ഷേ വിഷയം ഇതായപ്പോഴാണ് അത് പറ്റില്ല എന്നുള്ള നിലപാട് എടുത്തത്. അല്ലാതെ ഞാൻ നാളെ തന്നെ ഞാൻ ഒഴിഞ്ഞേക്കാം എന്നാണോ പറയേണ്ടത്? നാളെ തന്നെ ഞാൻ മാഡത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എൻ്റെ ഓഫീസും എല്ലാം എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് മാറിയേക്കാം എന്നാണോ പറയേണ്ടത്? സ്വാഭാവികമായിട്ടും ഒഴിയണം എന്നുള്ളൊരു ചർച്ച വന്നപ്പോൾ ഓഫീസ് നിലവിൽ റെൻ്റ് എടുത്തിരിക്കുന്ന നിയമപ്രകാരം മാർച്ച് മാസം വരെ കാലാവധിയുള്ള MLA എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ വാടകക്കാരൻ എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ടും പറ്റില്ലെന്ന് പറയണ്ടേ? അല്ലെങ്കിൽ ഞാൻ ഫോണിൽ കൂടി വിളിക്കുന്ന ആളിനോട് ആ ആവശ്യം അംഗീകരിച്ചു എന്ന് പറഞ്ഞ് നാളെ തന്നെ എല്ലാം എടുത്തുകൊണ്ട് പോകണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഭ്യർത്ഥനയായാലും യാചനയായാലും അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അത് സാധ്യമല്ല എന്നുള്ള നിലയ്ക്ക് മറുപടി നമ്മൾ വ്യക്തമാക്കുകയുണ്ടായിട്ടുണ്ട്. അവര് അതിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ദൃശ്യം കാണിക്കുകയും ചെയ്തു. അതായത് ഈ കോർപ്പറേഷൻ ഈ കെട്ടിടത്തിന്റെ പുറത്ത് ഏറ്റവും മുകളിലത്തെ താഴത്തെ നില കൗൺസിലറുടെ ഓഫീസ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതേക്കുറിച്ച് എന്താ അങ്ങേക്ക് പറയാനുള്ളത്? അല്ല, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 2015-19 കാലത്ത് ഞാൻ മേയറായിരിക്കുമ്പോഴാണ് ഈ വാർഡ് ഓഫീസുകൾ കൗൺസിലർമാർക്ക് നൽകാൻ തീരുമാനിക്കുന്നത്. അന്ന് ഞങ്ങളെടുത്ത തീരുമാനം സ്വന്തമായി കോർപ്പറേഷൻ്റെ കെട്ടിടം വാർഡുകളിൽ ഉണ്ടെങ്കിൽ അത് കൗൺസിലർമാർക്ക് പ്രയോജനപ്പെടുത്തണം. ഇല്ല എങ്കിൽ സ്വകാര്യ കെട്ടിടങ്ങൾ എടുത്തുകൊണ്ട് അവിടെ വാടക നഗരസഭ നൽകും. അങ്ങനെയാണ് ഇവിടെ നേരത്തെ ഒരു ഓഡിറ്റർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസായിരുന്നു. ഞങ്ങളുടെ സ്പിരിഡിൽ തന്നെ ഇതൊരു കോൺക്രീറ്റ് കെട്ടിടമാക്കി രൂപീകരിച്ചു. ഇന്ന് ഈ കാണുന്ന ഓഫീസ് രൂപത്തിലല്ല, ഇതൊരു തുറന്ന ഹാളായിരുന്നു. ഞങ്ങൾ ഈ സ്ഥലം കണ്ടെത്തി ഇത് പാർട്ടീഷൻ ചെയ്തിട്ടാണ് ഇവിടെ ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഓഫീസാക്കി ഇതിനെ മാറ്റിയത്. അതിനുശേഷം 7 വർഷം മുന്നോട്ട് പോവുകയാണ്. 5 വർഷക്കാലം LDFന്റെ കൗൺസിലറായിരുന്ന ശ്രീമതി ബിന്ദു കൗൺസിലറായിരുന്നു. അത് കഴിഞ്ഞ് BJPയുടെ കൗൺസിലറായിരുന്ന ശ്രീ മധുസൂദനൻ നായർ കൗൺസിലറായിരുന്നു. അപ്പോൾ ഇത്രയും വർഷക്കാലം ഇല്ലാത്ത അസൗകര്യവും ബുദ്ധിമുട്ടും എന്താണ് MLA ഇവിടെ തുടരുന്നത് കൊണ്ട് മാഡത്തിനുണ്ടാകുന്നത്? അപ്പോൾ ഞാനിപ്പോൾ എന്നെ നേരിട്ട് കണ്ടപ്പോഴും ചോദിച്ചതാണ്. അവിടെ കൗൺസിലർ ഓഫീസ് പ്രവർത്തിക്കുന്നത് കൊണ്ടോ ഇവിടെ MLA ഓഫീസ് പ്രവർത്തിക്കുന്നത് കൊണ്ടോ ഒരു തകരാറും ഇതുവരെ സംഭവിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കാനും പോകുന്നില്ല. കാരണം രണ്ടുപേരും ജനപ്രതിനിധികളാണ്. ജനങ്ങൾ ഞങ്ങളെ കാണാൻ വരുന്നത് വിവിധ ആവശ്യങ്ങൾക്കാണ്. അത് പറയാനും അവരെ കേൾക്കാനുമുള്ള ഒരു സ്ഥലം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൗൺസിലറെ കാണാൻ വരുന്നവർ MLA ഓഫീസിൽ കയറിയിരുന്നെന്ന് പറഞ്ഞ് ഞാൻ വേറെ ഇറക്കി വിടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ MLA കാണാൻ വരുന്നവർ അപ്പുറത്ത് പോകുന്നതുകൊണ്ട് ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ശ്രീലേഖ പറയുന്നൊരു കാര്യം, താങ്കൾക്ക് അത് കൗൺസിൽ അത് നിയമപരമായിട്ട് കൈമാറിയിട്ടുണ്ടോ എന്ന് അത് രേഖകൾ പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതായത് നിയമപരമായി കൈമാറുന്ന സംശയം കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. ഈ അങ്ങനെ ഒരു കരാർ ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്ന് കൂടി ശ്രീലേഖ പറഞ്ഞു. അത് നമുക്ക് കോർപ്പറേഷൻ ഭരണസമിതിയുടെ ആളാണല്ലോ, സ്വാഭാവികമായിട്ടും അതവിടെ പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായി കൗൺസിൽ ഡിസിഷനുണ്ട്. അത് പ്രകാരം വാടക നിശ്ചയിച്ചിരുന്നത് കോർപ്പറേഷനാണ്. ആ വാടക നമ്മൾ അടച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് വ്യക്തത കുറവില്ല. ഏതെങ്കിലും കോർപ്പറേഷൻ്റെ ഒരു ഓഫീസിൽ 7 വർഷക്കാലമായിട്ട് ഈ പറയുന്ന രേഖകളൊന്നും ഇല്ലാതെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. മാത്രമല്ല ഒരു സഹോദര സ്ഥാനത്ത് നിന്നാണ് സംസാരിച്ചത്. പിന്നീട് പ്രശാന്താണ് പിന്നീട് വളരെ പരുഷമായ വാക്കുകൾ സംസാരിച്ചത്. പ്രശാന്ത് റെക്കോർഡിംഗുകൾ വോയിസുകൾ പുറത്തുവിടട്ടെ എന്നും ശ്രീലേഖ പറയുന്നുണ്ട്. അല്ല, നമ്മളിപ്പോൾ നേരിട്ട് സംസാരിച്ച ആ വിഷയം പറഞ്ഞല്ലോ. ശ്രീലേഖ അവർ ചേച്ചി എന്ന നിലയ്ക്ക് ഞാനും ചേച്ചി തന്നെ അഭിസംബോധന ചെയ്തത്. അപ്പോൾ ഞാനും വളരെ സ്നേഹത്തോടു കൂടി കൗൺസിലർ MLA വിളിച്ചിരിക്കുന്നു. വളരെ സന്തോഷം, എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച്. പക്ഷേ വിഷയം ഒഴിയണമെന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ എന്തു പറയണം? ഒരു യാചനയുടെ സ്വഭാവമായിരുന്നു, സ്വരമായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ യാചന സ്വീകരിച്ചുകൊണ്ട് നാളെ തന്നെ ഞാൻ പെട്ടിയും പ്രമാണം എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പോകണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മറ്റൊന്ന്, താങ്കൾ MLA ആണ്, താങ്കൾക്ക് ഈ മണ്ഡലത്തിൽ എവിടെയെങ്കിലും സ്പേസ് കിട്ടും. പക്ഷേ കൗൺസിലർക്ക് ഇവരുടെ വാർഡിൽ മാത്രമേ സ്പേസ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു ആവശ്യം കൂടി അവർ പറയുന്നത്, ആ ന്യായം കൂടി പറയുന്നുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ ഞാൻ അതാണ് നിങ്ങളോട് സൂചിപ്പിച്ചത്. കഴിഞ്ഞ 10 വർഷവും കൗൺസിലർമാർക്കില്ലാത്ത പ്രയാസം ഇപ്പോൾ എങ്ങനെ വരുന്നു? അവിടെ കൗൺസിലർ ഓഫീസും ഇവിടെ MLA ഓഫീസും പ്രവർത്തിക്കുന്നത് കൊണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ആളുകൾ ഇരുന്നിട്ട് പോലും ഒരു പ്രയാസവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തിന് തന്നെ സാങ്കത്യമില്ല. ഇനി കാലാവധി കഴിയട്ടെ, അത് നമുക്ക് ആലോചിക്കാം. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണിത്. ആ പ്രധാന കേന്ദ്രത്തിൽ ഓഫീസ് എടുക്കണമെന്നുള്ളത് കൊണ്ടാണ് ശാസ്ത്രമംഗലത്ത് എടുത്തത്. കാരണം നമ്മുടെ 26 വാർഡുകളിലെയും ആളുകൾക്ക് വരാനുള്ള ഗതാഗത സൗകര്യം, വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, ഇതെല്ലാം നോക്കിയിട്ടാണല്ലോ ഓഫീസ് എടുക്കേണ്ടത്. അതേപോലെയാണ് ഒരു കോർപ്പറേഷൻ കൗൺസിലർക്കുള്ള കാര്യങ്ങൾ വരുന്നത്. താങ്കൾ നിലവിൽ മെയ് 10 വരെയും ഇതിന്റെ കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടറി കത്ത് നൽകിയിട്ടുണ്ടോ? അതെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഇനി കിട്ടാൻ സാധ്യതയുണ്ടോ? അല്ല, അതവർ തീരുമാനിക്കട്ടെ.
അത് അങ്ങനെ കൊടുക്കേണ്ടതില്ല എന്നാണ് അവർ നഗരസഭ തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ആ സമയത്ത് നമുക്ക് നിയമപരമായിട്ടും ഒക്കെ നോക്കാം. നിലവിൽ എപ്പം വരെയാണ് കാലാവധി ഉള്ളത്? നിലവിൽ മാർച്ച് മാസം 31 വരെ കാലാവധിയാണ്. അതായത് ഫിനാൻഷ്യൽ ഇയറിലാണ് അതിൻ്റെ നീട്ടി തന്നിട്ടുള്ളത്. അത് ആ സമയത്ത് വരെ ഉണ്ട്. അല്ല, ഫോൺ സംഭാഷണത്തിൽ മാഡം പറഞ്ഞതും ഞാൻ പറഞ്ഞതും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ പറയാത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ കാര്യമില്ല. നേരത്തെ പറഞ്ഞല്ലോ, യാതനാസ്വരത്തിലെങ്കിലും ഓഫീസ് ഒഴിയണമെന്ന് ശ്രീലേഖ മാഡം എന്നോട് ആവശ്യപ്പെട്ടു. പറ്റില്ല എന്ന് ഞാനും പറഞ്ഞു. അത് വളരെ ക്ലിയറാണ്. ഇപ്പോഴും ഞാനത് തന്നെയാണ് പറയുന്നത്. കോർപ്പറേഷൻ്റെ നോട്ടീസ് കിട്ടിയാലും ഞാൻ പറയുന്നത് മാർച്ച് മാസം 31 വരെ ഞങ്ങൾ ഒഴിയാൻ തീരുമാനിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് കോർപ്പറേഷൻ കൗൺസിൽ പുതുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് അപ്പോൾ നേരിടാം. അവരല്പം മുമ്പ് പറഞ്ഞത് ഈ മേയർ ആയിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഓഫീസ് ഉപയോഗിക്കാമായിരുന്നു എന്നുള്ളൊരു വാചകം പറഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ഈ ശബ്ദരേഖ പുറത്തുവിടണമെന്ന് അവർ ആവശ്യപ്പെടുന്നത്. അല്ല, അത് അപ്പോൾ നോക്കാം, നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു മുൻ മേയറായിരുന്ന ഒരാളാണ് ഇപ്പോൾ MLA ആയിരിക്കുന്നത്. MLAക്ക് സ്വാഭാവികമായിട്ടും പ്രിവിലേജ് ഉണ്ട്. അപ്പോൾ ആ ഒരു കൗൺസിലർ വിളിച്ച് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. കൗൺസിലർക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ അത് കോർപ്പറേഷൻ മേയർ വഴി സെക്രട്ടറി അറിയിച്ച് ഒഴിയണമെന്നുള്ള നോട്ടീസ് തന്നാൽ മതിയല്ലോ. എങ്കിൽ അപ്പോഴല്ലേ ഈ വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നേരെ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം.